ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയാലോ. എൻ്റെ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 6:30 കേട്ടോ. അപ്പോൾ അച്ഛനും മോനെല്ലാം ഉറങ്ങുന്നത് അത്രേ. വീട്ടിൽ ആദ്യം എണീക്കുക അച്ഛനാണ്. അച്ഛൻ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞാൻ എണീക്കുമ്പോഴത്തേക്കും അച്ഛൻ പോവും. അപ്പോൾ ഇന്നത്തെ ചായക്കടി അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മുട്ടയും പഴമൊക്കെ ആയിട്ട് മുട്ട അതിൻ്റെ അടിയിലുണ്ട്. എല്ലാം ആയി കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ എന്നെ ചോറിൻ്റെയും കൂടി നോക്കൂട്ടാ. അങ്ങനെയാണ് വീട്ടിലധികം ഉണ്ടാവൽ. ഇത് ഇങ്ങനെ എടുത്തു വെച്ച വിത്ത് അങ്ങനെ നല്ലോണം മുളച്ചു. ഇപ്പോൾ ചാടണം. ഈ ചാടണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ. ഈ ചാടിയ സാധനമായിരിക്കും വേഗം മുളക്കൽ. ആ ഒരു ഇതിൽ പറഞ്ഞാണ്. ഇപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ നട്ടിരിങ്ങനെ കാത്തുനിന്നാൽ ചിലപ്പം ഇത് ശോഷിച്ചിട്ട് പോവും. അതുകൊണ്ടാണ് പറഞ്ഞത്. കുഞ്ഞെണീക്കുമ്പോഴത്തേക്ക് വേഗം പണിയെല്ലാം ആക്കാൻ വിചാരിച്ചിട്ട് വേഗം മുറിക്കുകയൊക്കെ ചെയ്യുന്നട്ടാ. അപ്പോഴത്തേക്കും കുറേ കഴിയുമ്പോഴത്തേക്കും എണീച്ചു. ചില സമയത്ത് എണീറ്റപാടും വേഗം പല്ലിയേക്കാലും പോവും. അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ മടിയെല്ലാം കാണിക്കും. ഒരുവിധം ബ്രഷെല്ലാം കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെല്ലോ പല്ല് തേപ്പിച്ച്. ചില സമയത്ത് ബ്രഷ് കൊടുത്തപ്പോൾ ഞാൻ പോയില്ലേ പോവും. പിന്നെ വേറെ കുറച്ച് ഒരു അരമണിക്കൂറിലും കയറ്റിയായിരിക്കും. വിളിച്ചാലും വരില്ല. പിന്നെ ഒരേ വാശിയിലായിരിക്കും. പിന്നെ എല്ലാവരോടും വർത്താനമെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും അവിടെ. പച്ചക്കറിയെല്ലാം എന്തെങ്കിലും മുറിച്ചിട്ട് ഇങ്ങനെ വിത്ത് കുരുവെല്ലാം ഇങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ ആദ്യമൊന്നും ഞാൻ കോഴി തിന്നോന്ന് തന്നെ എനിക്ക് അറിയുന്നുണ്ടായിട്ട. പിന്നെ മെല്ലെ ഇങ്ങനെ അമ്മ പറഞ്ഞു ഇട്ട് കൊടുത്ത് നോക്കുക, അതിൻ്റെ വിത്തെല്ലാം ചിലപ്പോൾ തിന്നു പറഞ്ഞു. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോ നാൾ തിന്നും, ചിലത് തിന്നൂല. തിന്നിട്ട് വറുത്ത് അങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഇത് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് പാത്രത്തിൽ ഇട്ട് കൊടുക്കലാണ്. കോഴി ഇത്രയായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റോസ് കളർ ഉണ്ടായതെല്ലാം പോയി. വീക്കെല്ലാം തിന്നാൻ കൊടുത്ത് പിന്നെ അധിക സമയം ഇവൻ പുറത്തുണ്ടായോണ്ട് നിന്നിട്ട വേവന്നെ രാവിലെ അധികം കുളിപ്പിക്കലുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ വേഗം കണ്ടാലും തേച്ചിട്ട് കുളിപ്പിക്കാൻ വിചാരിച്ച്. ഏട്ടനപ്പം ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുന്ന തിരക്കിലാന്ന് കേട്ടോ. അപ്പോൾ തൊട്ടിലാന്ന് കിടക്കല് കേട്ടാ. തൊട്ടിൽ കെട്ടാൻ കാരണം എന്ന് വെച്ചാൽ പിന്നെ പാലുടി നിർത്തിയിട്ട് പെട്ടെന്ന് കുഞ്ഞിക്ക് വേഗം ഒന്നും ഉറക്കം വരില്ലല്ലോ ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ. അപ്പം പിന്നെ പുറത്ത് പെപ്പേരൊരു ഊഞ്ഞാലുണ്ടായി, അതിലാണ് ഇവൻ ഉറങ്ങൽ. അപ്പോൾ അങ്ങനെ ആട്ടി ഉറങ്ങുമ്പോൾ പിന്നെ ഞാൻ എന്താക്കി റൂമിൽ തന്നെ കെട്ടി. അപ്പോൾ പിന്നെ അതിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ കുഞ്ഞിക്ക് ഉറങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ചില സമയത്ത് വെച്ചാൽ ഉറക്കം വരുമ്പോൾ ഇങ്ങനെ കട്ടിൽ തന്നെ കിടന്നിട്ട് ഉറങ്ങുകയും ചെയ്യും. മുമ്പെല്ലാം ഇവനൊന്നും തിന്നില്ല വെച്ചാൽ ആ പാൽ കുടിക്കുന്ന ഒരു സമയം വരെ വെറും പാല് മാത്രം ഉണ്ടായി. ചെറിയ ഒരു വയസ്സാകുന്നവരെ ഫുള്ള് ആ പാല് മാത്രം, വേറൊരു കുറുക്കോ ഒന്നും ഈ കുഞ്ഞ് കുടിക്കൂല. എപ്പെങ്കിലും ഭാഗ്യത്തിന് എന്തെങ്കിലും ഒന്ന് സാധനം തിന്നാൽ മാത്രമേ. പിന്നെ അന്നേരം പക്ഷേ കുഴപ്പമുണ്ടായിട്ട് നല്ല ഉഷാറോ നല്ല തടിയെല്ലാം ഉണ്ടായതാണ്. പിന്നെ കുറേ ഹോസ്പിറ്റലായി അഡ്മിറ്റായി അങ്ങനെ എല്ലാം ആയിട്ട് ചെയ്യുമ്പോൾ കഫോല പോകുമ്പോഴത്തേക്കും നല്ലോണം മെലിഞ്ഞു. എന്നിട്ട് ഇവനൊന്നും ഇത്ര വലുതായിട്ടും കൂടി ഒന്നും തിന്നുന്നുണ്ടായിട്ടാ. ഇങ്ങനെ ഫുള്ള് ടൈം കളിയും പിന്നെ വിശക്കുമ്പോൾ പാലും. അങ്ങനെയാണ്. വിശക്കുന്ന കാര്യം ഇവൻ പറയില്ല. ഇപ്പോൾ പാലുകൂടി നിർത്തിയ ശേഷം താനേ തിന്നാൻ തുടങ്ങി. അപ്പോൾ അന്ന് കുഞ്ഞിനെ ഫോഴ്സ് ചെയ്തിട്ട് തിന്നിടിപ്പിക്കേണ്ട കാര്യമില്ലാന്ന്. ആ സമയമാകുമ്പോൾ കുഞ്ഞിനെ താനേ തിന്നോളും. പിന്നെ എന്താ ആക്റ്റീവ് അല്ലാത്ത കുഞ്ഞാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല ആക്റ്റീവ് ഇല്ലെങ്കിൽ കുരുത്തക്കടം കളിക്കുന്ന കുഞ്ഞിക്കെല്ലാം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇവന് ചായ എല്ലാം കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ട് പിള്ളേർ പേടിയെന്ന് വരുന്നത്. അപ്പം 2 സാധനവും തന്നു. രണ്ടാക്കും മുട്ടായി 5 രൂപയുടെ 2 പാക്കറ്റ്. അതിൽ പൈസ എല്ലാം കിട്ടുമെന്ന് പറയുന്നു. പുറത്ത് പൈസയുടെ ചിത്രമെല്ലാം ഉണ്ട്. ഞാൻ ക്യൂരിയോസിറ്റിക്ക് പൊട്ടിച്ചു. അപ്പോഴത്തേക്ക് അതിൽ ഒരു ജീരക മുട്ടായി 2 മണിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ എന്തെങ്കിലും ഉണ്ടാണ്ടേ. അപ്പോൾ ചോദിക്കുമ്പോൾ പിള്ളേർ പറയുന്നത് നമുക്ക് ഇതിനിടയ്ക്ക് 10 രൂപ കിട്ടീന്ന്. ഇങ്ങനത്തെ ശരിക്കും പിള്ളേർ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ സാമ്പാറിലായിട്ടാ. സാമ്പാറായി, ചോറിന് വെള്ളം വെച്ചു. മഴയായതുകൊണ്ട് വിറകില്ലാത്തതുകൊണ്ട് ഗ്യാസിൽ തന്നെ വെച്ചതെന്ന് വെച്ചാൽ ചോറ് നമുക്ക് കുറച്ചാൾക്ക് വേവാത്തത് അച്ഛന് നല്ലോണം വേവണം. അച്ഛനെന്ന് വെച്ചാൽ നല്ലോണം വേവണം. ഇങ്ങനെ പിടിക്കുമ്പോൾ ഉടയണം. അങ്ങനത്തെ ചോറായിരിക്കണം. ഇവർക്കാണെങ്കിൽ നല്ലോണം വേവാനും പാടില്ല. അങ്ങനെയല്ലാതെ പണിയെല്ലാം ആയിക്കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പുറത്തിരിക്കും. പിന്നെ ഇടങ്ങ് പോകുന്നെങ്കിലേ ഇല്ലു. മറ്റേ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. 2-3 ദിവസം അമ്മ ഒരു മാങ്ങ കൊണ്ടുവന്നിട്ട് പിന്നെ അത് 3 ഉണ്ടായി. 2 മുറിച്ച് തിന്നു ചോറിന്. ഇത് പിന്നെ ഒന്ന് ബാക്കിയുണ്ടായിന്. വായിച്ച കുഞ്ഞിക്ക് മുറിച്ച് കൊടുക്കാം. മാങ്ങ എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടാക്കും ജീവനാണ്. എനിക്ക് പിന്നെ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ മാങ്ങ. ഞാനങ്ങനെ ഒരു 2 കഷ്ണം തിന്നാലേ ഇല്ലു. അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. ഇത് നല്ല മധുരമില്ല മാങ്ങയാന്ന് കേട്ടോ. എന്തേന്ന് അറിയില്ല. എനിക്ക് ഇതിങ്ങനെ തിന്നണോട് തിന്നില്ല. എന്നാലും സാധാരണ തിന്നതിനേക്കാളും തിന്നല്ലേ ഈ മാങ്ങ. 2 വിളിച്ചിട്ട് എന്ത് കൊടുക്കുമ്പോൾ 2 അടിയാന്ന് കേട്ടാ. ആദ്യം ഫസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ മൂത്താനാണെങ്കിൽ വേവേ തിന്നും ചെയ്യും. മറ്റേ കണ്ണൻ വേമ്പേ തിന്നില്ല. കണ്ണൻ മല്ലേ തിന്നു. ഈ മാങ്ങ ഫുള്ള് ഇങ്ങനെ മഞ്ഞ കളർ വരാണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ആയിട്ട് പുളിക്കൂട്ടാ. ഇപ്പം നല്ലോണം പഴുത്തിട്ടുണ്ട്. നല്ല മധുരമാണ്. ഇവൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്തെങ്കിലും തിന്ന് കഴിഞ്ഞാൽ അപ്പം അപ്പിയിടണം.
അതിപ്പോൾ രണ്ടാൾക്കും ഒരുമിച്ച് മുട്ടിക്കോൻ കക്കൂസ് പോയി. ഇവൻ്റെ പോട്ടി പുറത്തേക്ക് തന്നു, പോട്ടിയിലേ പോകൂട്ടാ, മറ്റേ പോകാൻ മടിയാന്ന്. പിന്നെ എന്നിട്ട് ബാത്റൂമും ഇല്ലാത്തതുകൊണ്ട് കരയുന്നു. ഞാൻ പറഞ്ഞു വാ പുറത്തേക്ക് പോവാന്ന്. പിന്നെ ഇങ്ങനെ അവസാനം മുട്ടിച്ചപ്പോൾ അങ്ങനെയല്ലോ വന്നു. കുറച്ച് അലക്കാനെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രാവിലെ തന്നെ അലക്കാൻ നിൽക്കല്, വൈകുന്നേരം അലക്കൽ. പിന്നെ ഇന്ന് കുറച്ച് വെയിലുണ്ടായതുകൊണ്ട് അലക്കാൻ വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ വിശക്കുന്നിട്ട് ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചിന്, നമ്മളെ മാൽക്കസ്റ്റിൻ്റെ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാൽക്കസ്റ്റിൻ്റെ ബിസ്ക്കറ്റ്. അലക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം മീത്ത തന്നെ അറിയിടല്. പിന്നെ മീത്ത വേഗം ഷീറ്റിന് ചൂട് തട്ടിയിട്ട് വേഗം ഉണങ്ങും, അല്ല പിന്നെ കാറ്റിനായാലും ഉണങ്ങും. ഇതിപ്പം നമ്മളെ മുകളിലെല്ലാം ഇങ്ങനെ കാവിയിലിട്ടിട്ടുണ്ട്. ഫുള്ളിപ്പം നെറ്റെല്ലാം അടിച്ചിട്ട് ഫുള്ള് സെറ്റാക്കി വെച്ച്. ഞാൻ അലക്കുന്ന സമയത്തെല്ലാം ഇവൻ അപ്പുറത്താണ് പോയിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഇപ്പോഴേ വരില്ല വിചാരിച്ചിട്ട് ഞാൻ വേഗം ആറിടാൻ വേണ്ടി മീത്ത കയറി. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കൊണ്ട് വിളി വരുന്നു. അപ്പോഴത്തേക്കും വന്നു. ഞാൻ പറഞ്ഞു ഇടിയുണ്ട് ഇങ്ങോട്ട് വാ പറയുമ്പോഴത്തേക്ക് വേഗം ഓടി. ഓന് ഇഷ്ടമാണ് നീ ആറിടാൻ പോകുന്നതല്ലോ. ആ കുഞ്ഞപ്പളെ ഒരു കുറച്ച് നടക്കാനാകുന്ന പ്രായത്തിൽ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കൈ പിടിച്ച് ആദ്യം കൈ പിടിച്ച് കയറ്റി. പിന്നെ ഓനെ കൊണ്ട് തന്നെ സ്വയം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കയറണം മോനെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് ഓൻ അങ്ങനെ പിടിച്ചിട്ട് തന്നെ കയറുന്നു. പിന്നെ അതുകൊണ്ട് വലിയ പേടില്ല. ചിലപ്പോൾ ഒറ്റക്കെല്ലാം കയറിപ്പോയാൽ ചെയ്യാൻ അറിയണ്ടേ കുഞ്ഞക്ക്. അച്ഛനെയും മീത്ത കാവ്യെല്ലാം ഇടുന്നു പറയുമ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞു എന്തിനും ഇപ്പോൾ കാവ്യെല്ലാം ഇടുന്നു ഇങ്ങനെ ഒരേ ഇതാക്കുന്നതിൽ എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഈ വീട്ടിൻ്റെ ഏറ്റവും ഉപകാരം എന്ന് വെച്ചാൽ കുഞ്ഞക്ക് നല്ല കളിക്കാനുള്ള നല്ല കംഫർട്ടായ ഒരു സ്ഥലമായി. വണ്ടിയെല്ലാം കളിപ്പാട്ടിടാനായാലും വൃത്തികേടാവാണ്ട് നല്ല വകയിൽ കളിക്കുക. പിന്നെ പുറത്തിറങ്ങും നായ പിടിക്കുന്നൊന്നും പറഞ്ഞിട്ടൊന്നും അങ്ങനെ പേടിക്കാനൊന്നുമില്ല. നല്ല പാലും ഇവർക്ക് രണ്ടാക്കും മീത്ത കളിക്കാനും ഇഷ്ടമാണ്. അറിയിട്ട് കഴിഞ്ഞാൽ താഴെ പോകാൻ മോനെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വരും ചെയ്യും കേട്ടോ. ഇത് നമ്മളെ കളർ പപ്പടമാണ്. പപ്പടം എന്ന് വെച്ചാൽ നമ്മളെ ശരിക്കുള്ള പപ്പടം എന്നല്ല, ഉഴുതിൻ്റെ ആ പപ്പടമല്ല. നമ്മെന്ന് പറയല് കോഴിപ്പൊത്തുന്നാറ്റാന്ന് പറയല് കേട്ടോ. അതിനാ ശരിക്കും അങ്ങനെ പറയല്. മഞ്ഞ കളറിലൊരു വിരലിനെല്ലാം ഇടില്ലേ പണ്ട്, നമ്മളിങ്ങനെ വിരലിനെല്ലാം ഇങ്ങനെ ഇറുക്കി കളിക്കും. അത് 5 രൂപയെന്ന് പണ്ടുണ്ട്. ഇപ്പൊ എത്രയെന്ന് അറിയില്ല പാക്കറ്റിന്. ഓടാന്നാന്ന് പറയലല്ലേ? ഓടാന്നും പറയലുണ്ട്. പറയുന്നത് തിരിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇവിടെ ചിത്രം കൊടുക്കാട്ടെ അതിന്റെ. ഞാൻ പറഞ്ഞു വന്ന് വെച്ചാൽ അത് അതിന്റെ അതേ ടേസ്റ്റാണ്. ഇത് തിന്നുമ്പോൾ അതുപോലെയാണ്. ചോറിനപ്പുറം തിന്നേണ്ട ഇതുപോലെ അല്ല. അത് ഇങ്ങനെ വെറുതെ ചായക്കൽ തിന്നേണ്ട പോലെയാണ്. ഇതാണെങ്കിൽ നല്ല ചൂടിലുണ്ടെങ്കിൽ വേഗം ഇട്ടപാടും പൊന്തൂട്ട അങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് സാമ്പാറേ ഉണ്ടായിട്ടു, കാര്യമായിട്ട് വേറൊന്നും പറ്റി. ഞാൻ വെച്ചാൽ പപ്പടാക്കാന്ന്. പപ്പത്തേക്ക് മറ്റേ പപ്പടം കഴിഞ്ഞു പോയി. പിന്നെ ഇതേ ഉണ്ടായിട്ടു. ഇത് ഏട്ടൻ അങ്ങനെ പിടിക്കൂല. കുഞ്ഞിനെ കൂട്ടിച്ച് പപ്പടം വാങ്ങിയിട്ട് വന്നു കേട്ടാ. അപ്പത്തേക്ക് ഞാൻ കുറച്ച് സമയം കിടന്നിട്ടുണ്ടായി. കാര്യമായിട്ടൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഉണക്കെല്ലാം വേണം ഏട്ടന്. അപ്പോൾ പിന്നെ ഉണക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ച് വേഗം മുറിച്ചിട്ട് ആക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും എല്ലാം പറങ്ങിപ്പൊടിയിലാക്കി പുരട്ടിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊരിക്കാനേ പണി ഉണ്ടായിട്ട്. കുഞ്ഞേക്ക് ഇന്ന് പയറും കഞ്ഞാൽ ആക്കിയേട്ടാ. സാധാരണ കഞ്ഞിനേക്കാളും ചോറിനേക്കാളും പയറും കഞ്ഞാലാക്കിയാൽ വേഗം തിന്നും ചെയ്യും. അതും നല്ലോണം തിന്നും ചെയ്യും. പയറും കഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് എല്ലാം അതിൻ്റെ മൂടി തുറക്കുമ്പോൾ തന്നെ അംഗൻവാടിയിൽ ഓർമ്മ വരും. പണ്ടത്തെ ഒരു ഓർമ്മ. ചോറെല്ലാം വേവിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ വേസ്റ്റെല്ലാം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്ന് കുഴിച്ചിടാൻ വേണ്ടി പോയി. ടാങ്കിൽ നിറഞ്ഞാൽ പിന്നെ അതിലിടാൻ പറ്റുന്നില്ല. അങ്ങനെ കുഴിച്ചിട്ടില്ലായിട്ട് കുറച്ച് പാത്രമെല്ലാം ഉണ്ടായിരുന്നു കഴുകി വെക്കാൻ. അതെല്ലാം കഴുകി വെച്ച് അതെല്ലാം ആകുമ്പോഴത്തേക്കും സമയം ഒരു 3:30 എല്ലാം ആയി. അപ്പോഴത്തേക്കും ഞാൻ ചായക്കെല്ലാം വെള്ളം വെച്ച്. അപ്പോഴത്തേക്ക് അടിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇത് തിളക്കും. തീ കുറച്ച് വെച്ചാൽ പിന്നെ അങ്ങനെ അപ്പോൾ ഞാൻ പുറത്തേക്ക് പോലും അടിച്ചിട്ട് കഴിയാനാകുമ്പോൾ അടിച്ചിട്ട് പകുതി ആയിട്ടാകുമ്പോൾ എനിക്ക് ഡേ ആൻഡ് മൈ ലൈഫ് എടുക്കുന്നുണ്ട്, വൈകുന്നേരത്തെ എടുക്കണം എന്നല്ല പറഞ്ഞിട്ട് ഓർമ്മ വന്നു. അപ്പോൾ അത് ക്യാമറ വെച്ചേട്ടാ. എനിക്ക് അധികം അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്താൽ പിന്നെ അതിൻ്റെ തലയുണ്ടാവും, വാലുണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ നടുവിലുണ്ടാവില്ല. അധികം ഓർമ്മയില്ലാത്തൊരു സാധനമാണ്. അതുപോലെ തന്നെ എനിക്ക് വീഡിയോ എടുക്കാനും മടിയാണ്, അതുപോലെ എഡിറ്റ് ആക്കാനും മടിയാണ്. ഇപ്പം ഇതന്നെ ഈ വീഡിയോ തന്നെ ഇപ്പം ഒരു 2 ആഴ്ച മുന്നേ എടുത്ത ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു. 2 ആഴ്ച ഒരു 1.5 ആഴ്ച ആയിട്ടുണ്ടാവും. അപ്പത്തെ എടുത്ത വീഡിയോ ഒക്കെ എഡിറ്റ് ആക്കാൻ മടി. പിന്നെ ഇവനുണ്ടായതുകൊണ്ട് ഇവനിങ്ങനെ ഒച്ചപ്പാടായിക്കൊണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് സംസാരിക്കാനാവൂല. അങ്ങനെയെല്ലാം ആയതുകൊണ്ട് എനിക്ക് രാത്രി ഡബ്ബയെന്ന് വെച്ചാൽ ഏട്ടൻ്റെ കൂർക്കും ഉണ്ടാവും. അപ്പോൾ പിന്നെ അതും പറ്റൂല. അങ്ങനെല്ലാം അഡ്ജസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ എടുക്കലാണ്. കുറച്ച് ചക്കക്കുരു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിക്കുമ്പോൾ മീത്തന്ന് ചക്ക പഴുത്തിട്ട് പക്ഷിയേറ്റം കാക്കേറ്റം കൊത്തിയിട്ട് ഇട്ടേന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് നല്ലോണം പഴം ഉണ്ടായിരുന്നു അമ്മ ഇടുന്ന് വാങ്ങിയത്. അപ്പോൾ പിന്നെ പഴംപൊരിയാക്കാൻ വിചാരിച്ച്. അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്കില്ല ചായത്തേക്കും ആയല്ല. അപ്പോൾ അപ്പുറത്ത് അമ്മ ഒരു ചക്കയുടെ പീസ് കൊണ്ടിരുന്നു. ചക്കയും മാങ്ങ ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് ഓവർ കഴിക്കുന്നത് ഇഷ്ടമല്ല. 1-2 ചുളവൊന്നും നല്ലാണ്ട് പിന്നെ അത് തിന്ന് പിന്നെ പഴംപൊരിയും കൂട്ടിയിട്ട് ചായ കുടിച്ചും ചെയ്തു. ചിലവരുണ്ട് ചായക്ക് 1-2 തിന്നാടും മതിയാക്കും. ചിലപ്പോൾ എന്തുകൊണ്ട് മതിയാക്കുന്നൊക്കെ ചിലപ്പോൾ വേറെ പറഞ്ഞിട്ടായിരിക്കും. അങ്ങനെ 1-2 തിന്നാളിന് മേ മതിയാവൂല കേട്ടോ. നമുക്ക് ചായക്ക് കുറച്ച് നമ്മൾ തിന്നന്നെ വേണം. പിന്നെ അത് നേരത്തെ ആക്കി വെച്ച പപ്പടം ഉണ്ടായത് ബാക്കി.
അപ്പോൾ പിന്നെ അത് ചായയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്, അത് തിന്നാ വിചാരിച്ചു. അങ്ങനെ ഞാനും ചായ കുടിച്ച്, ഓനും ചായ കൊടുത്ത് കുറച്ച് സമയം ഇങ്ങനെ റൂമിൽ ഓൻ്റെപ്പരം വെറുതെ കളിച്ചു. ഓന് ഞാൻ അത് പുതിയതായിട്ട് ഒരു റിംഗ് ലൈറ്റ്, ചെറിയ ക്യാമറയ്ക്ക് വെക്കുന്ന ഒരു ലൈറ്റ് വാങ്ങിയാണ്. അത് പിന്നെ കണ്ടുകൊണ്ട് പിന്നെ അവിടെ നിന്ന് മാറുന്നില്ല, അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശിയായി. പിന്നെ ഞാൻ വെച്ച് കുറച്ച് സമയം അത് കൊടുക്കാമെന്ന്. പൊട്ടിക്കുക പറഞ്ഞിട്ട് പേടി, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇവൻ ഏത് സാധനം കിട്ടിയാലും അന്നാട് പൊട്ടിക്കും. അത് ഒരു ദിവസത്തേക്ക് തേച്ചും ഉണ്ടാവില്ല. അപ്പുറം കുറച്ച് സമയം കളിക്കുമ്പോഴത്തേക്ക് സമയം ഒരു 5:30 എല്ലാം കഴിഞ്ഞ് 6 മണിയെല്ലാം. അപ്പോൾ പിന്നെ ഒരു കുളിയെല്ലാം പാസ്സാക്കി. ഗൈസ് ഒന്നും കഴിയുന്നുണ്ടായിട്ടാ. അപ്പോൾ കുറച്ച് സമയം കിടന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.